ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ ഇപ്പോൾ ആന്തൂർ നഗരസഭയിൽ വീണ്ടും പ്രതിപക്ഷമില്ലാത്ത സാഹചര്യം എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പുതിയ വിവരം. തീർച്ചയായും മനു, ആന്തൂരിൽ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം 2015 നഗരസഭ രൂപീകരിച്ചത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെയും LDF ആയിരുന്നു മുഴുവൻ സീറ്റുകളിലും വിജയിച്ചിരുന്നത്. ഇത്തവണയും ആന്തൂരിൽ 29 ഡിവിഷനുകളിലും LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആന്തൂര് LDFന്റെ ശക്തി കേന്ദ്രമാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ആന്തൂരിൽ പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഇത്തവണ UDF നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും വിലപ്പോയില്ല. അവിടെ ആന്തൂരിൽ വീണ്ടും വോട്ടർമാർ LDFനെ തന്നെ മുഴുവൻ ഡിവിഷനുകളിലും വിജയിപ്പിച്ചിരിക്കുകയാണ്. ആന്തൂരിൽ തുടർച്ചയായ വിജയമാണ് പ്രതിപക്ഷമില്ലാതെ LDF നേടിയിരിക്കുന്നത്. അതേസമയം തന്നെ മലപ്പട്ടം പഞ്ചായത്തിലും LDF വിജയിച്ചിരിക്കുകയാണ്. വലിയ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ദുഷ്പ്രചാരണങ്ങൾ UDF നടത്തിയ സ്ഥലങ്ങളാണ്. മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയിൽ പൊതുവെ UDFന് എല്ലാ ജില്ലകളിലും വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ കണ്ണൂരിൽ ആ ഒരു നേട്ടം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഓരോ സ്ഥലത്തെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള കണ്ണൂരിലെ ചിത്രം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണയുള്ള ലഭിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്തുക മാത്രമാണ് പ്രധാനമായും ചെയ്തിട്ടുള്ളത്. കണ്ണൂരിൽ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണം UDFന് തന്നെയായിരുന്നു. കോർപ്പറേഷൻ ഭരണം UDF നിലനിർത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് LDF ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അതേ നിലയിൽ തന്നെ LDF കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിജയിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുള്ളത്. നഗരസഭയിൽ 8 നഗരസഭകളിൽ കഴിഞ്ഞ തവണ 5-3 എന്നുള്ള രീതിയിൽ 5 സ്ഥലത്ത് LDFും 3 സ്ഥലത്ത് UDFും എന്നുള്ളതായിരുന്നു നില. ഇത്തവണയും അതേ രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ UDF വിജയിച്ച അവിടെ സന്തോഷ്, ഈ കോർപ്പറേഷനിൽ UDFന് ലീഡ് ഉണ്ട് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റുകളിൽ അവർക്ക് ലീഡ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലീഡ് കഴിഞ്ഞ തവണ അതേ ഡിവിഷനുകളിലാണ് ഇപ്പോൾ ഫലം പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ അതേ നിലയിൽ തന്നെയാണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നുമുണ്ട്. അതായത് കോർപ്പറേഷനിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ സീറ്റ് ഡിവിഷനുകൾ ഇത്തവണ UDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നഗരസഭകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ തളിപ്പറമ്പിലായാലും പാനൂരിലായാലും കഴിഞ്ഞ തവണ ഉണ്ടായ അത്രയും സീറ്റുകൾ UDFന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ തവണ ഈ ജയിച്ച പഞ്ചായത്തുകളിലാണ് ഏതാണ്ട് കഴിഞ്ഞ തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 56 സ്ഥലത്ത് LDF ജയിച്ചിരുന്നു. അതിൽ 6 പഞ്ചായത്തുകൾ UDFന്റെ ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങൾ, മലയോര മേഖലയിലെ പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തതാണ്. അവയിൽ 5 എണ്ണം ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് വലിയ നേട്ടം എന്ന് പറയാൻ കഴിയില്ല. LDFന്റെ കൈവശമുള്ള LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലേക്കൊന്നും UDFന് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. മനു.